ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KWA പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എക്സാം ജനുവരിയിലാണ് ഈ രണ്ട് എക്സാംസും. സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് പോലെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് 9 വരെ ആയിട്ടുണ്ട്. സെറ്റ് 8 വരെ കാണാത്തവർ കാണാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. നമ്മുടെ എസ്പെഷ്യലി മെക്കാനിക്കൽ സ്റ്റുഡൻസിനെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. നിങ്ങളത് പഠിക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ് അക്കാഡമിയിൽ ലൈവ് ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾ അതിലും ജോയിൻ ആവുക. നമുക്ക് ഡെയിലി നമ്മൾ 4-3 ക്ലാസ്സൊക്കെ വയ്ക്കാറുണ്ട്. നിങ്ങൾ ഈവനിങ് ക്ലാസ്സസിലെങ്കിലും നിങ്ങൾക്ക് അത് ജോയിൻ ആവാം. 7 മണിക്കും 8 മണിക്കൊക്കെ ക്ലാസ്സസ് വയ്ക്കാറുണ്ട്. ഇന്ന് നമുക്ക് 7 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാവരും തന്നെ ജോയിൻ ആവുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC ടൈപ്പ് ചെയ്ത് റെഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ സിനു ആൻസി ക്യാപിറ്റൽ ലെറ്ററിൽ സിനു ആൻസി ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ആവാം. ആർക്കെങ്കിലും ജോയിൻ ആവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫർദർ പ്രൊസീജിയർ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 7 മണിക്ക് ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ഇലക്ട്രീഷ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും, അതായത് പമ്പ് ഓപ്പറേറ്റർ എക്സാം, അതുപോലെ തന്നെ ലൈൻമാൻ എക്സാം, ഇലക്ട്രീഷ്യൻ എക്സാംസ്, സൂപ്പർവൈസർ എക്സാം എല്ലാം എഴുതുന്നവരെല്ലാവരും തന്നെ ലൈവായി വരാൻ നോക്കുക. 7 മണിക്കുള്ള ക്ലാസ്സിൽ വരാൻ നോക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സാണ്. 150 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ബിവോക്ക് അസിസ്റ്റൻറ്റ് എക്സാം ദൗത്യം 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആരംഭം 3rd നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ബിഗിനേഴ്സ് ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ദിശ 20th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച്, 21st ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു റിവിഷൻ ബാച്ച്. അതുപോലെ തന്നെ ജെയ്ത ഒരു 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LD ടൈപ്പിസ്റ്റ് റിസർച്ച് ഓഫീസർ എക്സാം പ്രയാണം. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് 27th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ LGSൻ്റെ ഒരു ബാച്ചും റണ്ണിങ് ആണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു November 14, 12 PM നമ്മുടെ കേരള PSCയുടെ കോമ്പാറ്റാണ്, LDC സ്പെഷ്യൽ ആണ്. ഓൾ ഇന്ത്യയിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാവരും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്സ്. അതിൽ ഓരോരോ റാങ്ക് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 20 ലക്കി പാർട്ടിസിപ്പൻസിൽ അമേസിങ് പ്രൈസസും കൊടുക്കുന്നുണ്ട്. അപ്പം മൈ റെഫറൽ കോഡ് നിങ്ങൾക്ക് സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക കേട്ടോ. ഇത് നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ 20 ലക്കി പാർട്ടിസിപ്പൻസിൽ ഒരാൾ നിങ്ങളാവട്ടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ്സ്. പിന്നെ പ്ലസ്സിൽ ജോയിൻ ആവുന്നവർക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ് ആയിരിക്കും. അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മളിപ്പം ഇലക്ട്രിക്കലിൻ്റെ നമ്മുടെ മെഷർമെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ്സ് ആ ഒരു മൊഡ്യൂളാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാട്ട് മീറ്ററിൻ്റെ ഒരു ക്ലാസ് ഞാനിന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ടൈപ്സ് ഓഫ് വാട്ട് മീറ്ററിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ഏതാണ്? ഇത് സെയിം ആസ് DC മോട്ടറാണ്. സെയിം ആസ് DC മോട്ടർ. ഓക്കെ, ഈ വാട്ട് മീറ്റർ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇൻ്റഗ്രേറ്റിംഗ് ആണോ, റെക്കോർഡിംഗ് ആണോ, ഇൻഡിക്കേറ്റിംഗ് ആണോ, ആബ്സലൂട്ട്? നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റിംഗ് റെക്കോർഡിംഗ് എല്ലാം നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് മീറ്റർ എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു കൺവേർട്ട് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു എൻ അമ്മീറ്റർ വി മസ്റ്റ് കണക്ട്. ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വി മസ്റ്റ് കണക്ട്. നമ്മൾ എന്ത് കണക്ട് ചെയ്യണം? ലോ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണോ, ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആണോ, ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണോ, ഹൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾട്ട്മീറ്റർ ഹാസ് യൂണിഫോം സ്കെയിൽ. ഇറ്റ് ഈസ് ഏത് ടൈപ്പാണ് ഓൾട്ട്മീറ്റർ? യൂണിഫോം സ്കെയിൽ. ഇൻഡക്ഷൻ ടൈപ്പാണോ, മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ആണോ, മൂവിംഗ് അയൺ ടൈപ്പാണോ, മൂവിംഗ് കോയിൽ ഡൈനാമോമീറ്റർ ടൈപ്പാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ടു കൺവേർട്ട് എ ഗിവൺ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മെക്കാനിസം ഇൻറ്റു എ ഓൾട്ട്മീറ്റർ. PMMC മെക്കാനിസത്തിനെ ഒരു ഓൾട്ട്മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് നമ്മുടെ ആ ഒരു PMMCയുടെ കോയിലിൽ സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ മെഷറിംഗ് AC യും DC മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് മൂവിംഗ് അയൺ മീറ്റർ.
അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ. ഒരു അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണ്? വളരെ കുറവായിരിക്കും, വെരി ലോ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡൈനാമോമീറ്റർ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ. ഡൈനാമോമീറ്റർ എന്താണ്? ബോത്ത് എ സിയും ഡി സിയും. സ്കെയിൽ യൂസ്ഡ് വിത്ത് എ മൂവിങ് കോയിൽ മീറ്റർ. ഈ മൂവിങ് കോയിൽ, ഡൈനാമോമീറ്റർ, ഇതെല്ലാം നമ്മൾ തിയറിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ MCQs പഠിക്കുക. ഓക്കെ, ദ സ്കെയിൽ യൂസ്ഡ് വിത്ത് എ മൂവിങ് കോയിൽ മീറ്റർ. ഏത് സ്കെയിലാണ്? മൂവിങ് കോയിൽ മീറ്ററിൽ യൂസ് ചെയ്യുന്ന ഏത് സ്കെയിലാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ലീനിയർ സ്കെയിലാണ്. ലീനിയർ സ്കെയിലാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ഡാമ്പിംഗ് ടോർക്ക് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഡാമ്പിംഗ് ടോർക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു ബ്രിങ് ദ പോയിൻ്റർ ടു റെസ്റ്റ് ക്വിക്കിലി. ഓക്കെ, ഒരു ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പോയിൻ്ററിനെ തിരിച്ച് റെസ്റ്റ് ക്വിക്കിലി പെട്ടെന്ന് പോയിൻ്ററിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ റീഡിംഗ് ഈസ് എറട്ടിക് അറ്റ്. ഏതിലായിരിക്കും? ഹൈ വോൾട്ടേജ് ആണോ, ലോ പവർ ഫാക്ടർ ആണോ, ലോ ഫ്രീക്വൻസി ആണോ, ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ലോ പവർ ഫാക്ടറിലാണ്. സ്കെയിൽ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ നമ്മൾ ഇന്ന് പഠിച്ചതേ ഉള്ളൂ എൻ്റെ തിയറി. ഏതാണ്? ഇറ്റ് ഈസ് യൂണിഫോം സ്കെയിൽ. എ മില്ലി അമ്മീറ്റർ ക്യാൻ ബി യൂസ്ഡ് എസ്. എ മില്ലി അമ്മീറ്റർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? വോൾട്ട് മീറ്റർ ആയിട്ടും അമ്മീറ്റർ ആയിട്ട് ബോത്ത് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്സ്, ദ സെൻസിങ് വയർ ഈസ് മെയ്ഡ് ഓഫ്. ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ് സെൻസിങ് സെൻസിങ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാറ്റിനം ഇറേഡിയം ആണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി മില്ലി അമ്മീറ്റർ മസ്റ്റ് ബി വെരി ലോ ഫോർ. മില്ലി അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസി വളരെ കുറവായിരിക്കും. ഫോർ വാട്ട്? ഫോർ മിനിമം എഫക്റ്റ് ഓൺ ദി കറണ്ട് ഇൻ ദ സർക്യൂട്ട്. മിനിമം ഫോർ, വെരി ലോ ഫോർ മിനിമം എഫക്റ്റ് ഓൺ ദി കറണ്ട് ഇൻ ദ സർക്യൂട്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ എക്സ്റ്റൻഷൻ ഓഫ് അമ്മീറ്റർ റേഞ്ച് ദ ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് യൂഷ്വലി ഡാഷ് മീറ്റർ റെസിസ്റ്റൻസ്. നമ്മൾ അമ്മീറ്റർ റെസിസ്റ്റൻഷിൽ ഏതാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ഈക്വൽ ടു ആണോ? ഇറ്റ് ഈസ് ലെസ് ദാൻ മീറ്റർ റെസിസ്റ്റൻസ് ആയിരിക്കും. ദ അക്യുറസി ഓഫ് എ മീറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡാഷ് ഡിഫ്ലഷൻ. നമ്മളെ മീറ്ററിൻ്റെ അക്യുറസി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ഡിഫ്ലഷൻ ആണ്? ഇറ്റ് ഈസ് ഫുൾ സ്കെയിൽ ഡിഫ്ലഷൻ. മെഗർ ഈസ് ഓപ്പറേറ്റഡ് ബൈ ആൻ ഇൻറ്റേർണൽ ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ആണ് മെഗർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ടോർക്ക് വെയിറ്റ് റേഷ്യോ വിൽ ബി ലീസ്റ്റ് ഇൻ ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏത് ഇൻസ്ട്രുമെൻറ്റിലായിരിക്കും ടോർക്ക് വെയിറ്റ് റേഷ്യോ കുറവ്? ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻറ്റ്. The use of dash instrument is merely confined within laboratories as standardizing instrument. ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെയാണ്? ദ യൂസ് ഓഫ് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? അബ്സലൂട്ട് ആണോ, ഇൻഡിക്കേറ്റിംഗ് ആണോ, റെക്കോർഡിംഗ് ആണോ, ഇൻറ്റിഗ്രേറ്റിംഗ് ആണോ? ഇറ്റ് ഇസ് അബ്സലൂട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂസ് ആണ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡർഡൈസിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, പവർ കൺസംഷൻ ഓഫ് PMMC ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്. PMMC ഇൻസ്ട്രുമെൻ്റ് പവർ കൺസംഷൻ മൈക്രോ വാട്ട് റേഞ്ച് ആയിരിക്കും. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ് ഇൻ PMMC. ഏത് മെറ്റീരിയൽ ആയിരിക്കും? ഇറ്റ് ഈസ് അൽനിക്കോ. വിച്ച് പാർട്ട് ഓഫ് ദി PMMC ഇൻസ്ട്രുമെൻറ്റ് പ്രൊഡ്യൂസ് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്? എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് പാർട്ടാണ്? അലുമിനിയം ഫോബർ. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹെയർ സ്പ്രിംഗ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ്. എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഫോസ്ഫോർ ബ്രോൺസ് കൊണ്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് ഡാമ്പിംഗ് ഈസ് കറക്റ്റ്ലി അഡ്ജസ്റ്റഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ്. ഇതാണ് ഈസ് കോൾഡ് ഡെഡ് ബീറ്റ്. ഓക്കെ, ദ ഡിഗ്രി ഓഫ് ഡാമ്പിംഗ് നമുക്ക് കറക്റ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡെഡ് ബീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കാണാം. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവ് ക്ലാസ്സിൽ മാക്സിമം വരാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.